ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂൾ കുട്ടിയുടെ ലഞ്ചെന്ന് പറയുന്നത് ഫ്രൈഡ് റൈസാണ്. ഇവിടെ രാവിലെ ഒരാൾ എഴുന്നേറ്റിരിപ്പുണ്ട്, ടി വി നോക്കി കൈകൊട്ടിയൊക്കെ ഇരിക്കുവാണ്. ഞാൻ ടി വി വെച്ച് കൊടുത്തു, അല്ലെങ്കിൽ ഞാനിത് പാചകം ചെയ്യുന്നതാൾക്ക് കാണണം, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പം ഞാൻ അവിടെ ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഒരു പടം വരയ്ക്കാൻ ബാക്കിയുണ്ടായിരുന്നു, അതും വരച്ചു കൊടുത്തു. ടൊമാറ്റോ പ്ലാന്റാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഏത് ഷേപ്പായെന്ന് അറിയത്തില്ല. അപ്പം ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കുകയാണ്. ഇച്ചിരി ഏറെ റൈസ് എടുക്കുന്നുണ്ട്, കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്ന് കരുതി റൈസ് ഏറെ എടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ടൊമാറ്റോ സോസ് വെച്ചില്ല, അത് കഴിഞ്ഞ് പിന്നാണ് ഓർക്കുന്നത് ടൊമാറ്റോ സോസ് ഇരിപ്പുണ്ടായിരുന്നെന്ന്. അപ്പം എന്തായാലും അതും ഒന്നിച്ചൊഴിക്കാതെ വെച്ച് കൊടുത്തു. ഇവിടെ ഒരാളെ ഒരുക്കാൻ വേണ്ടി ഇരിപ്പുണ്ട്, അടങ്ങിയൊന്നും ഇരിക്കത്തില്ല. മുടി കെട്ടിക്കൊടുക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി തലയിട്ടാനൊക്കെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ മുടി രണ്ട് വശത്തോട്ടും കെട്ടിയൊക്കെ കൊടുക്കണമെന്നും പറഞ്ഞാണ് ആൾ ഇരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് ഇച്ചിരി ഹെയർ ഓയിലൊക്കെ തേച്ച് മുടിയൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ രണ്ടായിട്ട് ഇങ്ങനെ മുടി കെട്ടണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നൊരാഗ്രഹം രണ്ട് വശത്തോട്ട് മുടി കെട്ടണമെന്ന്. അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കെട്ടിക്കൊടുക്കാമെന്ന് കരുതി. മുടി ഞാൻ വളരുന്നതിനനുസരിച്ച് വെട്ടിക്കൊണ്ടേ ഇരിക്കുവേ. ഇപ്പം ശരിക്കും സൂക്ഷിക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പേനൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണം ഞാൻ മുടി കടയിൽ കൊണ്ട് വെട്ടിക്കാറാണ് പതിവ്. എല്ലാ പ്രാവശ്യം വെട്ടിക്കും. അവധിയാകുമ്പോൾ ഇനിയും വെട്ടിക്കാനിരിക്കുകയാണ്. അങ്ങനെയാണ് രാവിലത്തെ മുടികെട്ടും കാര്യങ്ങളും. രണ്ട് വശത്തോട്ട് കെട്ടാനുള്ള മുടിയൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഭയങ്കര ആഗ്രഹം, ഇച്ചിരി വളർന്നപ്പോൾ ഭയങ്കര ആഗ്രഹം മുടി രണ്ടായിട്ട് കെട്ടിക്കൊടുക്കണമെന്ന്. അപ്പം നമ്മൾ പിന്നെ അങ്ങ് കെട്ടിക്കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ആയിരുന്നു. അതൊന്നും കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ വലിയ ബഹളത്തിലൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. കറക്റ്റായിട്ട് കഴിക്കുകയോ ഒന്നുമില്ല, പുറകെ കൊണ്ട് നടക്കണം. എൻ്റെ പ്രഷർ കൂടുന്ന സമയം കഴിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗിലത്തെ കുറച്ചുള്ള ഭാഗങ്ങൾ. അപ്പം ബൈ.